Hello friends, welcome to Aisha's Creations. നല്ല ടേസ്റ്റുള്ള കസ്റ്റാർഡ് കുൽഫിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കസ്റ്റാർഡ് കുൽഫി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡറൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ 1/2 ലിറ്റർ പാലെടുത്ത് ഒരു ചരുവത്തിലിട്ട് ഒഴിച്ചു വയ്ക്കാം. ഇനി ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനി പാല് തിളപ്പിക്കാൻ വയ്ക്കാം. 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഇനി പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി പാല് തിളച്ച് വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അതായത് ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 4 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസിന് പകരം ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ടൂട്ടി ഫ്രൂട്ടിക്ക് പകരമാണെങ്കിലും ചെറി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇനി ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡ് ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിയതാണ്. പക്ഷേ ഇതിന് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഒന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്നും കൊടുക്കുന്നില്ല. ഇനി മോൾഡ് ഇല്ലാത്തവർക്ക് സ്റ്റീലിൻ്റെ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ പേപ്പർ ഗ്ലാസ്സിൽ ഒഴിച്ചും സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്ലാസ് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ടോ കവർ ചെയ്യാം. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം ഈ പോപ്സിക്കിൾ സ്റ്റിക്ക് കുത്തിവെക്കാം. ഇനി മോൾഡെല്ലാം അടച്ചതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വയ്ക്കണം. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും വേണം. ഞാനിത് ഓവർനൈറ്റാണ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഈ മോൾഡ് ഇല്ലയെന്ന് കരുതിയൊന്നും ആരും ഇത് ഉണ്ടാക്കാതെ ഇരിക്കരുത്. കാരണം നമ്മൾ പേപ്പർ കപ്പിൽ നിറച്ചതിന് ശേഷം ഇത് സെറ്റായി കഴിയുമ്പോൾ പേപ്പർ കപ്പ് കീറിക്കളഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ചൂടുവെള്ളത്തിലിട്ട് 1 മിനിറ്റ് ഒന്ന് ഇറക്കി വയ്ക്കണം. എന്നിട്ട് ഇത് ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതങ്ങനെ കറക്റ്റായിട്ടുള്ള കുൽഫി റെഡി ആയിട്ടുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുൽഫി കഴിക്കാനായിട്ട്. അതുപോലെ ഈ സമ്മറിൽ ട്രൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഡിഷാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ 1/2 ലിറ്റർ പാല് കൊണ്ട് ഇത്രയും കുൽഫി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വെക്കേഷനൊക്കെ വരികയല്ലേ, കുട്ടികൾക്കൊക്കെ ഹോം മെയ്ഡ് കുൽഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അതുപോലെ ഇനി കുട്ടികൾക്ക് അസുഖം വരും എന്നുള്ള ഇത് തണുപ്പുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അസുഖം വരും. ചില പാരൻസിനൊക്കെ ഉള്ളൊരു പേടിയാണിത്. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ 1 ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.